പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് തുടക്കം കുറിക്കാൻ ഇനി 11 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 2 നൂറ്റാണ്ടിലേറെയായി മലയാളികളുടെ മഹാ ആഘോഷങ്ങളിലൊന്നായി തൃശൂർ പൂരം അരങ്ങേറുന്നു. ഭാരതത്തിന്റെയും കേരളത്തിന്റെയും ഖ്യാതി ലോകത്തിനെമ്പാടും പകർന്നു നൽകിയ പൂരത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാം. ഒപ്പം ആവേശത്തോടെ കാത്തിരിക്കാം അടാർ പൂരത്തിനായി. പൂരമെന്നാൽ മലയാളികൾക്ക് വടക്കുംനാഥന് മുന്നിൽ ഒത്തുചേരുന്ന മഹാജനസഞ്ചയമാണ്. താളമേള വർണ്ണവിസ്മയത്തോടൊപ്പം 10,000-കണക്കിന് മനുഷ്യരുടെ കൂടിച്ചേരലിൻ്റെയും വിശാല സൗഹൃദത്തിൻ്റെയും മഹാ ആഘോഷം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച് കാലക്രമേണ വളർന്നു വലുതായി പൂരങ്ങളുടെ പൂരമായി തൃശ്ശൂർ പൂരം മാറിക്കഴിഞ്ഞു. ഐതിഹ്യവുമായും ചരിത്രവുമായും ബന്ധപ്പെടുത്തി പറയാൻ പൂരത്തിന് കഥകളുണ്ട്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ സഹോദരിമാരായ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ കണ്ടുമുട്ടുന്നു. ഘടകക്ഷേത്രങ്ങളിലെ ഭഗവതിമാരും ശാസ്താക്കന്മാരും വടക്കുംനാഥനെ വന്ന് കണ്ട് തൊഴുതുമടങ്ങുന്നു. കാഴ്ചകളുടെ വിരസത ആസ്വാദകർക്കേകാതെ 2 നൂറ്റാണ്ടിലേറെ കാലമായി തുടരുന്ന മഹാമനുഷ്യ സംഗമങ്ങളിൽ ഒന്നായ തൃശൂർ പൂരത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ചരിത്രം ചികഞ്ഞെത്തുമ്പോൾ AD 1797 കൊച്ചി രാജവംശം ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാന്റെ കാലത്തേക്ക് പോകണം. അക്കാലത്തെ പ്രധാന പൂരമായിരുന്നു തൃശ്ശൂരിലെ പുഴയോര ഗ്രാമമായ ആറാട്ടുപുഴയിലേത്. വടക്ക് മലബാറിൽ നിന്നും തുടങ്ങി തെക്ക് കൊച്ചിയിൽ നിന്ന് വരെയുള്ള ക്ഷേത്രങ്ങൾ പങ്കാളികളായിരുന്നു ആറാട്ടുപുഴ പൂരത്തിൽ. പക്ഷേ 1796 ആറാട്ടുപുഴ പൂരത്തിൽ കടുത്ത പേമാരിയെ തുടർന്ന് തൃശ്ശൂരിൽ നിന്നുള്ള ക്ഷേത്രങ്ങൾക്ക് പങ്കെടുക്കാനായില്ല. വൈകിയെത്തിയ തൃശ്ശിവപേരൂരുകാരെ ആറാട്ടുപുഴ ദേശക്കാർ വിലക്കി. ഇക്കാര്യം സങ്കടമായി ഉണർത്തിച്ച പ്രജകൾക്ക് ശക്തൻ തമ്പുരാൻ കൽപ്പിച്ചു നൽകിയ ആഘോഷമായിരുന്നു പിൽക്കാലത്ത് പൂരങ്ങളുടെ പൂരമായി തൃശൂർ പൂരമായി ലോകമെമ്പാടും പ്രശസ്തി ആർജിച്ചത്. കണ്ടും കേട്ടും മനസ്സ് നിറയെ ആസ്വദിക്കാനാകുന്ന പൂരം ഓരോരുത്തർക്കും സമ്മാനിക്കുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും അനുഭൂതികളുമാണ്. സംഗീതത്തിന്റെ സിംഫണിയായും ആനക്കാഴ്ചകളുടെ ആനന്ദമായും ആകാശവിസ്മയങ്ങളുടെ ആഘോഷമായും 2 നൂറ്റാണ്ടിലേറെക്കാലമായി പൂരം തലമുറകളിലേക്ക് കൈമാറിയെത്തുന്നു. ശക്തൻ തുടക്കമിട്ട പൂരം ഇന്ന് 229 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കാലത്തിനും ദേശത്തിനുമൊപ്പം വളർന്ന് പൂരങ്ങളുടെ പൂരമായി തൃശ്ശൂരുകാരുടെ പൂരം മാറി. ഉത്സവങ്ങൾ 3 തരമാണ്: ധ്വജാതി, അങ്കുരാതി, പടഹാതി. ധ്വജാതി എന്ന് പറയുമ്പോൾ തന്ത്രി കേട്ടനാണ്. അങ്കുരാതി പറയുമ്പോൾ രാജാവാണ്. പടഹാതി പറഞ്ഞാൽ ജനങ്ങൾ നടത്തുന്ന പൂരമാണ്. തൃശ്ശൂർ പൂരം പടഹാതി വകയിലാണ് പെടുക. അപ്പോൾ ജനങ്ങൾ തന്നെ കൊടിയേറ്റി ജനങ്ങൾ നടത്തുന്ന പൂരമാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ഇഷ്ടം പോലെ അവർക്ക് ആസ്വദിക്കാനും അവരുടെ സൗകര്യം നോക്കി അവർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ളത് എനിക്ക് അതേപോലെ ജനങ്ങളുടെ ഇഷ്ടപ്പെടാൻ വേണ്ടി ജനങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പൂരമാണ് തൃശ്ശൂർ പൂരം. പ്രധാന സംഘാടകരായ പാറമേക്കാവിനും തിരുവമ്പാടിക്കും പുറമെ ഘടകക്ഷേത്രങ്ങളായ കണിമംഗലം, പനമുക്കുംപള്ളി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, കുറ്റൂർ, നെയ്തലക്കാവ് തുടങ്ങിയ 8 ക്ഷേത്രങ്ങൾ ചേർന്നാണ് ഓരോ പൂരവും സമ്പൂർണ്ണമാക്കുന്നത്. 6 ഭഗവതിമാരും 2 ശാസ്താക്കന്മാരും വടക്കുംനാഥന് മുന്നിൽ തൊഴുത് വലം വെച്ച് വിവിധങ്ങളായ ചടങ്ങുകളിൽ പങ്കാളികളായി തേക്കിൻകാട് മൈതാനിയിലും നഗരഹൃദയത്തിലും നിലപാടുകാരായി മാറുന്നു. പൂരവിളംബരത്തിൽ തുടങ്ങി ഉപചാരം ചൊല്ലി പിരിയും വരെ ഓരോ ദേവീദേവന്മാരും 1.5 ദിവസത്തോളം പൂരമാസ്വാദകരിലേക്ക് ഒഴുകിയിറങ്ങും. വടക്കുംനാഥൻ്റെ മൈതാനത്തിൽ വടക്കുംനാഥനെ സാക്ഷി നിർത്തി വടക്കുംനാഥൻ്റെ ഗോപുരങ്ങളിലൂടെ കയറി ഇറങ്ങി വടക്കുംനാഥൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഇലഞ്ഞിത്തറയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. തൃശ്ശൂർ പൂരം 36 മണിക്കൂറുണ്ട്. അത് ഒരു പ്രത്യേകതയാണ്. അത് പലരും പറയാറില്ലേ. 36 മണിക്കൂറാണ് പൂരം. 1.5 ദിവസം പൂരാണ്. 220-225 വർഷത്തിനുള്ളിലെ ചരിത്രമേ ഉള്ളൂ. അതായത് 2.25 നൂറ്റാണ്ടിൻ്റെ ചരിത്രമേ തൃശ്ശൂർ പൂരത്തിനുള്ളൂ. 2 നൂറ്റാണ്ടിൻ്റെ മാത്രം ചരിത്രമാണ് അവകാശപ്പെടാനുള്ളതെങ്കിലും കാലത്തിനൊപ്പം വളർന്ന് മലയാള നാടിൻ്റെ അടയാളമായി തൃശ്ശൂർ പൂരം മാറിക്കഴിഞ്ഞു. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ സ്വദേശികളും വിദേശികളും ഇന്ന് പൂരത്തിൽ പങ്കാളികളാണ്. മഹായുദ്ധങ്ങളും മഹാമാരികളും രാഷ്ട്രപിതാവിൻ്റെ കൊലപാതകവും പൂരത്തിന് പലപ്പോഴും വഴിമുടക്കികളായി. എന്നാൽ
പ്രതിസന്ധികളെ ഓരോന്നിനെയും മറികടന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വിശാല സൗഹൃദം പകർന്നു നൽകി ഓരോ പൂരവും മുന്നോട്ട് പോവുകയാണ്. പൂരത്തിൻ്റെ കഥകളും വിശേഷങ്ങളും പറഞ്ഞു തീരില്ലെന്നറിയാം. ഇനി മുതൽ ഓരോ ദിവസവും പൂരക്കഥകൾ പറയാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ന്യൂസ് മലയാളവും ഉണ്ടാകും. അപ്പോൾ ഇനി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാം വരാനിരിക്കുന്ന അഡാറ് പൂരത്തിനായി. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.